എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആതിര അജിൽ. നമ്മൾ ഇന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. LDC ലെവൽ എക്സാമിനുണ്ടായിരുന്ന ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2023 നവംബർ 18 ഇതിൻ്റെ എക്സാം നടന്നത്. ഫൈനൽ ആൻസർ കീ വരെയുണ്ടായി. ഓഫീസ് അറ്റൻഡർ, LD ക്ലർക്ക്, കെയർ ടേക്കർ അങ്ങനെയുള്ള കുറേ കാറ്റഗറി നമ്പറിലേക്കുള്ള ഒരു എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് ഇതാണ് കേട്ടോ, 228/2023. അപ്പോൾ LDC ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എങ്ങനെയാണ് ഏറ്റവും പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് പരിചയപ്പെടാനും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും നമുക്ക് അനുബന്ധ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോകാനും സാധിക്കും. പിന്നെ നമ്മുടെ ടൈം ടേബിൾ, LDC അനുസരിച്ചുള്ള ടൈം ടേബിൾ എല്ലാ ദിവസവും ഞാൻ നമ്മുടെ വാട്സപ്പിലും അതോടൊപ്പം തന്നെ ടെലഗ്രാമിലും ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ സാധിക്കുന്ന അത്ര പഠിക്കുക. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? SCRT ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ SCRT കെമിസ്ട്രിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി ഇന്ന് മുതൽ നമ്മൾ കെമിസ്ട്രിയും അതിൻ്റെ ഒപ്പം തന്നെ കമ്പ്യൂട്ടറും കൂടി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ ബാക്കി ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ പറ്റുന്നവരെ റാങ്ക് ഫയലിൽ നോക്കുക, അല്ലാത്തവർക്ക് ഞാൻ ക്ലാസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിനൊപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നന്നായി മനസ്സിലാക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഇതേ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള രീതിയിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയെ ശരിയായ ബന്ധം ഏതാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായത് കേട്ടോ. ശരിയായ ബന്ധം ഏതാണ്? എന്തൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരി. ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇത് രണ്ടുമാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാണോ? അത് ശരിയല്ല. ഖേദ സത്യാഗ്രഹം എവിടെയാണ്? ഗുജറാത്ത്. ഖേദ സത്യാഗ്രഹവും ഗുജറാത്താണ്. നമുക്കപ്പോൾ ഈ 3 സത്യാഗ്രഹവും ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്. 1917 വർഷം ചോദിച്ചാൽ 17 അല്ലേ? പിന്നെ അത് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരനാണ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതെവിടെയാണ്? സംസ്ഥാനം ബീഹാറാണ്. അത് നമുക്കിത് തന്നിട്ടുണ്ട്. പിന്നെ വേറെ ചോദ്യം ഒരെണ്ണം ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്, അതായത് തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? എന്താ ക്വസ്റ്റ്യൻ? തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം നമുക്ക്? ചമ്പാരൻ സത്യാഗ്രഹം പറയാം. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? അതും ചമ്പാരനാണ്. ഇപ്പം എന്തൊക്കെ പഠിച്ചു? 1917 മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറാണ്. പിന്നെ തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് വെച്ചാൽ എന്താണ്? കർഷകർ സ്വന്തം ഭൂമിയുടെ 20-3 ഭാഗവും 20-3 ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ ആ അവസ്ഥയാണ് തിങ്കതീയ എന്ന് പറയുന്നത്. 20-3 ഭാഗവും കേട്ടോ. അതിനെയാണ് നമ്മൾ തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. പിന്നെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജ്കുമാർ ശുക്ല. ആരാണ്? രാജ്കുമാർ ശുക്ല. അപ്പോൾ ഗാന്ധിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവ് അല്ലെങ്കിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചതെന്ന 2017. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആചരിച്ചതെന്നാണ് 2017. എന്തൊക്കെയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രധാന കാര്യങ്ങൾ എന്ന് മനസ്സിലായല്ലോ?
ഇനി നമുക്ക് അടുത്ത് നോക്കാം. പാൻസർ എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടെ പറഞ്ഞു പോകുന്നത്. ഇനി ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയല്ല, എവിടെയാണ്? ഗുജറാത്താണ്. ഖേദ സത്യാഗ്രഹം ഗുജറാത്ത്. ഇതും ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഒരു സത്യാഗ്രഹമാണ് അല്ലേ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ്? ഖേദ സത്യാഗ്രഹം വർഷം 1918. ഖേദ സത്യാഗ്രഹം 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്തു തന്നെയാണ് ഇത്. ഇതെവിടെയാണ്? ഇത് ഗുജറാത്താണ്. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഖേദ. എന്താണ്? നികുതി. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഖേദ സത്യാഗ്രഹം. ഈ ഖേദ സത്യാഗ്രഹത്തിലെ ഗാന്ധിജിയെ അനുഗമിച്ച നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ പട്ടേലും പിന്നെയോ സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക്. ഓക്കെ, അടുത്തത് ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. അത് ഗുജറാത്തിലാണ് അല്ലേ? അഹമ്മദാബാദ് മിൽ സമരം. അത് വർഷം എന്നാണ്? 1918. അഹമ്മദാബാദ് മിൽ സമരവും 18. ഗുജറാത്ത്, അഹമ്മദാബാദ് ഗുജറാത്ത് അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ചോദിക്കാറില്ലേ? അങ്ങനെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ് അല്ലേ? അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം എന്നും ചോദിക്കാറുണ്ട്. എങ്ങനെയാ ചോദിക്കാറ്? അഹമ്മദാബാദിൽ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. ഇനി ഈ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? അത് അനസൂയ ബഹനാണ്. ആരാണ്? അനസൂയ ബഹൻ. അപ്പം അഹമ്മദാബാദ് മിൽ സമരം, അഹമ്മദാബാദിൽ മില്ലുടമകളും തൊഴിലാളികളും ഉള്ള അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? അനസൂയ ബഹനാണ്. നമ്മൾ തൊട്ടു മുമ്പ് ചമ്പാരൻ പഠിച്ചപ്പോൾ ചമ്പാരനിലെ പ്രശ്നം അറിയിച്ചതാരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. ഇത് അനസൂയ ബഹനാണ്. ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത്? അഹമ്മദാബാദ് മിൽ സമരത്തിലാണ്. 35% വേതന വർധന എന്തുമായി ബന്ധപ്പെട്ട്? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് കേട്ടോ. പ്ലേഗ് ബോണസ്. ഈ സമരം 21 ദിവസമാണ് നീണ്ടുനിന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ, റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തെറ്റായത്. പിന്നെയോ 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഏതാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ? 1 മാത്രമാണ് തെറ്റായത്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാനാണ് അല്ലേ? അപ്പൊ മാർത്താണ്ഡവർമ്മയായി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? കുളച്ചൽ യുദ്ധം. അപ്പം നമുക്ക് നോക്കാം, എന്താ കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കേട്ടോ. ഇപ്പോൾ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരായിരുന്നു? ഡിലനോയി ആണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡിലനോയ്. ആരാണ്? ഡിലനോയ്. അപ്പോൾ ഈ ഡിലനോയിയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഈ ഡിലനോയിയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ. പിന്നെ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട കേട്ടോ. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വേണാട് രാജാവായ വീരരവിവർമ്മയാണ്. ആരാണ്? വീരരവിവർമ്മ.
അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. പിന്നെ എന്താണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നേ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാരാണ്? ഡിലനോയി ആണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനും ഡിലനോയി ആണ്. കിട്ടിയല്ലോ കുളച്ചൽ യുദ്ധവുമായി റിലേറ്റ് ചെയ്ത്. ഇനി എന്താണ്? തൃപ്പടിദാനം. തൃപ്പടിദാനത്തിൻ്റെ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? 1750. തൃപ്പടിദാനം 1750. കുളച്ചൽ യുദ്ധം 1741. തൃപ്പടിദാനം 1750. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി 3 അല്ലെങ്കിൽ നമുക്ക് മകരം 5 1925 മകരം 5 കേട്ടോ. അപ്പോൾ 1750 ജനുവരി 3 തൻ്റെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. അത് ഒന്നാം തൃപ്പടിദാനമാണ് കേട്ടോ. ഒന്നാം തൃപ്പടിദാനമാണ് 1750. ഇനി രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മരാജയാണ്. 1766 കേട്ടോ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ധർമ്മരാജ അല്ലെ കാർത്തിക തിരുനാൾ രാമവർമ്മ. കിട്ടിയല്ലോ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം അതാണ് തെറ്റായിട്ടുണ്ടായിരുന്നത് അല്ലേ? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ആരായി റിലേറ്റ് ചെയ്തതാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ആധുനിക കൊച്ചിയുടെ പിതാവ് അല്ലേ? തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ് ഇതിൽ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ അല്ലേ? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി 1.25 കോടി മലയാളികൾ. വേറെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട EMSൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ. പിന്നെയോ കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി. മലയാളികളുടെ മാതൃഭൂമി. കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ. വേദങ്ങളുടെ നാട്. എന്താണ്? വേദങ്ങളുടെ നാട്. വേദങ്ങളുടെ നാട്. വേദങ്ങളുടെ നാട്. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ. ഇതൊക്കെ ആരുടെ ഇതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ. അപ്പോൾ ഒന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേ? 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ ഇന്ന് നാളെ, പിന്നെ വേദങ്ങളുടെ നാട്, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. ഇത് കേരളമായി റിലേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കി തന്നു എന്നേ ഉള്ളൂ. പിന്നെയുള്ളത് നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. അടുത്തത് നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി. കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ബെർലിൻ ഡയറി. ഇതൊക്കെ ആരുടേതാണ്? നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്ത് വയ്ക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ മൂന്നാമത്തെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ.
ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? പത്രങ്ങളും സ്ഥാപകരും, അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. കേസരി ബാലഗംഗാധര തിലകൻ, യങ് ഇന്ത്യ ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, 1ഉം 3ഉം ശരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1ഉം 3ഉം ശരിയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? യങ് ഇന്ത്യ പെട്ടെന്ന് കാണുമ്പോൾ മാറിപ്പോവരുത്. യങ് ഇന്ത്യ എന്ന് പറയുന്ന ആരുടെയാണ്? യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയാണ്. 1ഉം 3ഉം കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. യങ് ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടേതാണ്. അങ്ങനെയാണെങ്കിൽ ആനി ബസന്റിന്റെ ഏത് ഇന്ത്യ? ആനി ബസന്റിന്റെ എന്താണ്? ന്യൂ ഇന്ത്യയും പിന്നെ കോമൺവെൽത്ത്. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആരുടേതാണ്? ആനി ബസന്റിൻ്റെതാണ്. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആനി ബസന്റിൻ്റെതാണ്. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ അതൊക്കെ ആരുടേതാണ്? അതൊക്കെ മഹാത്മാഗാന്ധിയുടേതാണ്. കേസരി എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകൻ. കേസരി ബാലഗംഗാധര തിലകൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. പിന്നെ റാസ്ത് ഗോഫ്തർ ആരുടേതാണ്? അത് ദാദാഭായ് നവറോജിയുടേതാണ് കേട്ടോ. റാസ്ത് ഗോഫ്തർ ആരുടേതാണ്? പിന്നെ മറാത്ത ആരുടെയാ? മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകൻ്റെതാണ്. ഒന്നും കൂടി പഠിക്കാം. ഏതൊക്കെയാണ്? ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, മഹാത്മാഗാന്ധി. ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, മഹാത്മാഗാന്ധി. മറാത്ത, കേസരി, ബാലഗംഗാധര തിലകൻ അല്ലേ? മറാത്ത, കേസരി, ബാലഗംഗാധര തിലകൻ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആരുടെയാ? ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ. വോയിസ് ഓഫ് ഇന്ത്യയും പിന്നെ റാസ്ത് ഗോഫ്തർ അത് രണ്ടും ദാദാഭായ് നവറോജിയുടെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? 3 എണ്ണം തന്നിട്ടുണ്ട്. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ലൂയി 14. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്, വോൾട്ടെയർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ്. ഏതാണ് തെറ്റ്? 3 മാത്രം. ഓപ്ഷൻ എ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏതൊക്കെയാ അപ്പം നമുക്ക് നോക്കാം. ഇത് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് അല്ലേ, ഫ്രഞ്ച് വിപ്ലവവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉദ്ധരണികളാണ് വന്നിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം ആരാണ്? ലൂയി 14. ഞാനാണ് രാഷ്ട്രം ലൂയി 14. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? വോൾട്ടെയർ ആണോ? അല്ല. ആരാണ്? റൂസോയാണ് കേട്ടോ. റൂസോയാണ് പറഞ്ഞത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും ആരാണ്? റൂസോയാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആന്റോയിനറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനറ്റ്. റൂസോ എന്ന് പറയുന്നത് റൂസോയുടെ ഗ്രന്ഥം ഓർത്ത് വെച്ചേക്കാം. ഏതാണ്? ദി സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് ആരുടെയാണ്? റൂസോയുടെയാണ് കേട്ടോ. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് റൂസോയുടെയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ
പ്രവാചകൻ റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നെപ്പോളിയൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. വോൾട്ടയർ ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടി നോക്കി. എനിക്ക് ശേഷം പ്രളയം ലൂയി 15-ാമൻ, ഞാനാണ് രാഷ്ട്രം ലൂയി 14-ാമൻ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ആരുടേതാണ്? അതും റൂസോയുടെയാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നെപ്പോളിയൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയർ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാം അല്ലെ. 23 ആയതുകൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പഠിക്കാം. ഏതാണ് 2023 ഏഷ്യൻ ഗെയിംസ്? 2023 ഏഷ്യൻ ഗെയിംസ് എവിടെ വച്ചാണ് നടന്നത്? എവിടെ വച്ചാണ്? ഓപ്ഷൻ സി ചൈന. ഓപ്ഷൻ സി ചൈന. ഏഷ്യൻ ഗെയിംസ് അല്ലേ. ഏഷ്യൻ ഗെയിംസിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളോ അറിയാം? ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നാണ്? ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951. 4 വർഷത്തിൽ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് കേട്ടോ. 1951 ന്യൂഡൽഹി ആയിരുന്നു വേദി. ഏഷ്യൻ ഗെയിംസ് 2023 എവിടെയാണ്? ചൈന. 2023 22-ലാണ് കേട്ടോ. 22 നടന്ന 23-ലാണ്. ചൈനയിലെ ഹാങ്ഷു ആണ്. ഇനി 2026 ജപ്പാൻ. 2026 എവിടെയാണ്? ജപ്പാനിലാണ് കേട്ടോ. ഐച്ചി നഗോയ. 2026 കഴിഞ്ഞ് 2030 ഖത്തർ. ദോഹയിലാണ്. ഖത്തറിലാണ് 2030. 2034 റിയാദ് സൗദി അറേബ്യ. അപ്പം 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈന, 26 ജപ്പാൻ, 30 ദോഹ, 34 റിയാദ് സൗദി അറേബ്യ. ഏഷ്യൻ ഗെയിംസായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഇനിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കാണ് സ്വർണം ലഭിക്കാത്തത്, അല്ലെങ്കിൽ ഏത് ഇനത്തിനാണ് സ്വർണം ലഭിക്കാത്തത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ പഠിക്കണം. നമ്മുടെ ടൈം ടേബിൾ ഉണ്ട് ഗെയിംസായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും. അതിൽ കുറച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടോളുക. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഇൽമനൈറ്റ് അല്ലേ. ഓപ്ഷൻ ബി ഇൽമനൈറ്റ് ആണ് വരുന്നത്. ധാതുക്കൾ, കേരളത്തിലെ ധാതുക്കൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അല്ലേ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കൾ ഏതാ? പ്രധാനമായും കാണപ്പെടുന്നത് ഇൽമനൈറ്റ്, മോണോസൈറ്റും സിലിക്കണുമാണ്. അതിൽ ഇൽമനൈറ്റും മോണോസൈറ്റും ധാരാളമായി കാണപ്പെടുന്നത് എവിടെയാണ്? ചവറയും പിന്നെ കൊല്ലത്തെ നീണ്ടകരയുമുണ്ട് കേട്ടോ. ചവറയും നീണ്ടകര കൊല്ലം. കേരളത്തിൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ ധാരാളമായി കാണപ്പെടുന്ന സ്ഥലം ചവറയും നീണ്ടകരയുമാണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കണാണ്. ഇനി കേരളത്തിൻ്റെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. തീരദേശ മണലിൽ നിന്ന് തോറിയം. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയമാണ് കേട്ടോ. ആണവധാതു ഏതാണ്? തോറിയം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എവിടെയാ? ചവറയിലാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ്? ചവറയിലാണ് കേട്ടോ.
അടുത്ത ചോദ്യം നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഏത് മാസത്തിലായിരുന്നു അത്? ഓപ്ഷൻ എ സെപ്റ്റംബർ. ഓപ്ഷൻ എ സെപ്റ്റംബർ. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ഒരു പാട്ടൊക്കെ ഉണ്ട് അല്ലേ, ബ്രഹ്മകമലം ശ്രീലകമാക്കി അല്ലേ? ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡാണ്. ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. രാജസ്ഥാനിലെ ഏതാണ്? രാജസ്ഥാനിലെ റോഹിത. ആന്ധ്രാപ്രദേശ് മുല്ലയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ മുല്ലയാണ്. ആന്ധ്രാപ്രദേശ് മുല്ല. പിന്നെ മഹാരാഷ്ട്രയിലെ ജരുൾ എന്ന് പറയുന്ന ജരുൾ. അപ്പൊ ബ്രഹ്മകമലം ഉത്തരാഖണ്ഡ്. ബ്രഹ്മകമലം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? ഒരു എന്താ അത്? ഹൈവേ ആണല്ലേ സുവർണ ചതുഷ്കോണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ഹൈവേ. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന ഹൈവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റ് ആണ് ഇത്, ഈ സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 4 മെഗാ നഗരങ്ങൾ, വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഗതാഗത ഇടനാഴിയാണ് ഏത്? സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഈ സുവർണ ചതുഷ്കോണം പദ്ധതി ആരംഭിച്ചതെന്നാ? 1999 ജനുവരി 6. ആരംഭിച്ചത് 1999 ജനുവരി 6-നാണ്. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റ് തറക്കല്ലിട്ടത് മുൻ ഇന്ത്യ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി. AB വാജ്പേയി ആണ് കേട്ടോ. സുവർണ ചതുഷ്കോണം എന്നതൊരു ഹൈവേ ആണ്. അടുത്ത ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ എവിടെയാണ് സ്പേസ് സെന്റർ? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് അല്ലേ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ, ആ ഒരു ISRO അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ISRO. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട കേട്ടോ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം എന്നാണ് ചോദിച്ചാൽ അത് 1971. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമായ വർഷം 1971. ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ SDSC. അത് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇത് സ്ഥാപിതമായത് 1971 ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തത് 2002 2002 സെപ്റ്റംബർ 5 ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തു. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തതെന്നാണ്? 2002 സെപ്റ്റംബർ 5. അടുത്ത ചോദ്യം, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV. ഏതാണ്? ഓപ്ഷൻ എ PSLV ആണ്. ആദിത്യ L1 ഉപയോഗിച്ചത് ഏതാണ്? PSLV ആണ്. അടുത്ത ചോദ്യം 13. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ശരിയായിട്ടുള്ളത്. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി. ശരിയായത് 1, 2, 4. 1, 2, 4 അല്ലേ?
12ാം പഞ്ചവത്സര പദ്ധതിയാണോ ഇപ്പോൾ നടക്കുന്നത്? അല്ല, 12ാം പഞ്ചവത്സര പദ്ധതി എന്നായിരുന്നു? അത് 2012 മുതൽ 17. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 17 വരെ ആയിരുന്നു കേട്ടോ. അത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറയുന്നതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത് 1950. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്നാണ്? 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951. ഈ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 4 എണ്ണമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച. ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം. പിന്നെ ഏതാണ്? സ്വാശ്രയത്വം. സ്വാശ്രയത്വം. സമത്വം. നാലാമത്തേത് സമത്വം. 4 എണ്ണമാണ്. ഇവിടെ നോക്കിയേ, അവസാനത്തെ സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. അത് ശരിയല്ലേ? അതെ. അപ്പോൾ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ പഞ്ചവത്സര പദ്ധതിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. ഏതൊക്കെ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്കൽ അണക്കെട്ട് വന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്, അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്, അല്ലേ? വർഷം സഹിതം ഡീറ്റെയിൽ ആയിട്ട് പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചെടുക്കാം. അത് +1 +2 ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഏതാ ബന്ധമില്ലാത്തത്? ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, 1 മാത്രം, അല്ലേ? 1 മാത്രം ബന്ധമില്ല. ഹരിത വിപ്ലവവുമായി റിലേറ്റ് ചെയ്ത് ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹരിത വിപ്ലവം? ഹരിത വിപ്ലവം നമ്മൾ ഏതാണ് ജോഗ്രഫി പഠിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഹരിത വിപ്ലവവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞത്? എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ആ ഗണ്യമായ പുരോഗതി, അതാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പാക്കിയ ഗവേഷണ, വികസന, സാങ്കേതിക വിദ്യാ കൈമാറ്റമാണ് ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? അത് മെക്സിക്കോയാണ് കേട്ടോ. മെക്സിക്കോ. ഇതൊക്കെ പഠിക്കണം, കാരണം ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കും. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ആരാണ്? വില്യം ഗൗഡ്. ഇപ്പൊ ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏതാണ്? കാർഷിക രംഗം, അല്ലേ? നമുക്ക് അതിൽ നിന്ന് കിട്ടൂലോ. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ, അല്ലെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. അദ്ദേഹം നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? സൊണോറ 64. പിന്നെയോ ലെർമാറോജോ 64. ഇത് രണ്ടും നമ്മുടെ MS സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കേട്ടോ. സൊണോറ 64,
ലെർമ റോജോ 64 എന്നിവ. ഈ ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളിൽ ഏതൊക്കെ വരുന്നുണ്ട്? അരിയും ഗോതമ്പും വരുന്നുണ്ട് കേട്ടോ. ബോർലോങ് അവാർഡ് നൽകുന്നത് കാർഷിക മേഖലയാണ്. പിന്നെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഏതാണ്? ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഏതാ? അത് ഗോതമ്പാണ് കേട്ടോ. ഏതാണ്? ഗോതമ്പ്. മാറിപ്പോവരുത്, അത് ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ കാർഷിക വിള ഏതാണ്? ഗോതമ്പാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. ചെന്നൈ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. ഓക്കെ, ഈ 15ാമത്തെ ചോദ്യം നോക്കാം. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓക്കെ, G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ചെയർമാൻ ശ്രീ നരേന്ദ്രമോദി. മോട്ടോ എന്തായിരുന്നു? മുദ്രാവാക്യം വസുദൈവ കുടുംബകം എന്നതായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഏഷ്യൻ ഗെയിംസ് പോലെ തന്നെ ഈ ഒരു G20 എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് അടുത്ത പരീക്ഷകളിലൊക്കെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഒരു അരമണിക്കൂറോളം ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയായിട്ട് നമുക്കിടാം. അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ? പ്രയോജനപ്രദമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ലൈക്ക് ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.